Good morning, students. മക്കളെ ആരൊക്കെ ടൂറിന് പോയത്? കുറെ ആൾക്കാർ പോയില്ലേ? എങ്ങനെയുണ്ട് ടൂർ പോയിട്ട് വന്നിട്ട് ക്ഷീണമുണ്ടാവുമായിരിക്കും, കുറച്ചുണ്ടാവും അല്ലേ? അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട്, ടൂർ പോയി വന്നതിന്റെ ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് അധികമൊന്നും ടീച്ചർ പഠിപ്പിക്കുന്നില്ല. അപ്പൊ നമുക്ക് വെറുതെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവാം. നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണേ, പക്ഷെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങള് പറഞ്ഞു പോവാം. ഓക്കെ അല്ലേ? ഓക്കെ. നിങ്ങൾക്ക് ജൂൺ 5 പ്രത്യേകത അറിയോ? വെരി ഗുഡ്. പരിസ്ഥിതി ദിനമാണല്ലേ? ഈ പരിസ്ഥിതി ദിനത്തിന് നമുക്ക് സ്കൂളിൽ നിന്ന് എന്ത് കിട്ടി? യെസ്, ഒരു മരത്തൈ കിട്ടിയിട്ടില്ലേ? പലതരം, ഓരോരാൾക്കും ഓരോരോ തരം മരത്തിന്റെ തൈ ആയിരിക്കുമല്ലേ കിട്ടിയത്? നിങ്ങൾ എല്ലാവരും അത് വീട്ടിൽ കൊണ്ടുപോയി നട്ടിട്ടുണ്ടോ? നല്ല മക്കള് എല്ലാവരും നട്ടിട്ടുണ്ടല്ലേ? മുമ്പ് ടീച്ചറൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ മരം തരുന്ന സമയത്ത് എന്ത് തരും? ഒരു ഡയറി കൂടെ തരും. ഓരോ കുട്ടികൾക്കും ഓരോ ഡയറി വീതം തരും. എന്തിനാണെന്നറിയോ? മക്കള് ചെറിയ ക്ലാസ്സിൽ ഉണ്ടാകുമ്പോ ഡയറി എഴുതിയിട്ടുണ്ടാവൂലേ? അന്നത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവൂലേ? അപ്പൊ അതുപോലെ ഈ ചെടിയെ പരിപാലിച്ചിട്ടുണ്ടോ, ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടോ, വളം ഇട്ടിട്ടുണ്ടോ, ചെടിക്ക് പുതിയ ഇലകൾ, തളിരിലകളില്ലേ, തളിരിലകൾ വന്നിട്ടുണ്ടോ, ഇതൊക്കെ ഈ ഡയറിയിൽ ഓരോ ദിവസവും കുറിച്ചു വെക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ടീച്ചറും ഇതുപോലെ ഒരു മരം നട്ടു, എന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഡയറിയിൽ കുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഡയറി ഒന്നുമില്ല, പക്ഷെ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പുസ്തകത്തിൽ എഴുതിക്കൂടെ? അല്ലെങ്കിൽ മനസ്സിൽ കൊണ്ട് നടന്നാലും മതിയല്ലേ? ഈ ഓരോ ചെടിയുടെയും വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലേ? അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ മക്കളെ? പരിസ്ഥിതിയെ സംരക്ഷിക്കാനാണെന്ന് പറയുന്നുണ്ടല്ലേ? ഓക്കെ, നല്ല ആൻസർ ആണേ. മക്കളെ, നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കെല്ലാവർക്കും പ്രകൃതിയിൽ നിന്ന് കുറെ വിഭവങ്ങൾ കിട്ടുന്നില്ലേ? എന്തൊക്കെയുണ്ട്? പഴവർഗ്ഗങ്ങൾ കിട്ടുന്നുണ്ട്, പിന്നെ ചക്ക, അതൊക്കെ പഴവർഗ്ഗങ്ങളിൽ പെട്ടു. അപ്പോ നമുക്ക് ഇപ്പൊ കിട്ടുന്ന ചക്കയൊക്കെ നമ്മൾ നട്ട് വളർത്തി ഉണ്ടാക്കിയ പ്ലാവിൽ നിന്ന് കിട്ടുന്നതാണോ? അല്ല അല്ലേ? നമ്മളെ മുൻ തലമുറക്കാര് നട്ടു വളർത്തിയതിൽ നിന്നാണ് നമുക്ക് ഈ ചക്ക മുതലായ ഫലങ്ങളൊക്കെ കിട്ടുന്നത് അല്ലേ? അപ്പോ നിങ്ങളിപ്പോ ഓരോരാൾ മരം നട്ടില്ലേ? അതിന്റെ ഉപയോഗം ആർക്കാ കിട്ടുന്നേ? ഭാവിയില് നിങ്ങളുടെ വരും തലമുറയ്ക്കായിരുന്നു കിട്ടുന്നേ അല്ലേ? അപ്പോ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മരങ്ങളൊക്കെ നടുന്നത്. ഇനി നിങ്ങള് ചിപ്കോ മൂവ്മെന്റ് അല്ലെങ്കിൽ ചിപ്കോ പ്രസ്ഥാനത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല അല്ലേ? അപ്പോ നമുക്ക് അതിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പഠിക്കാം. വെറുതെ കേട്ടാ മതി, എല്ലാവരും ഒന്ന് കേട്ടിരുന്നോ? ചിപ്കോ പ്രസ്ഥാനത്തിനെ പറ്റിയിട്ടൊന്ന് കേട്ടോ. അതായത് ഈ മരങ്ങള് വെട്ടിമാറ്റുന്നില്ലേ മക്കളെ? അതുപോലെ ഈ കാടുകളൊക്കെ നശിപ്പിക്കുന്ന, ഈ മരങ്ങളൊക്കെ നശിപ്പിക്കുന്നതിന് എതിരെ നടന്ന ഒരു പ്രതിഷേധമായിരുന്നു ഈ ചിപ്കോ എന്ന് പറയുന്നത്. അതായത് മരം മുറിക്കുന്നതിനെതിരായിട്ട് മരത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആൾക്കാര് പ്രതിഷേധം അറിയിച്ചു. ഇതാണ് ചിപ്കോ മൂവ്മെന്റ് അല്ലെങ്കിൽ ചിപ്കോ പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്തിനാ മക്കളെ അവർ പ്രതിഷേധിച്ചത്? മരം മുറിച്ചോട്ടല്ലോ, മരത്തിനെ കൊണ്ട് പുസ്തകമാക്കുന്നില്ലേ, പിന്നെന്തൊക്കെ ഉപയോഗമുണ്ട്? ഇന്ധനമായിട്ട് കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ലേ? വീട്ടില് അടുപ്പില് മരമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? മരം നമുക്ക് ഉപയോഗമുള്ള സാധനല്ലേ? ദോഷമുണ്ടല്ലേ? നമുക്ക് ശുദ്ധവായു ലഭിക്കുന്നത് കുറയും അല്ലേ? പിന്നെയോ തണല് കുറയൂലേ മക്കളെ? പിന്നെയോ കുറെ ഫലങ്ങൾ കിട്ടുന്നില്ലേ? അത് കുറയും. പിന്നെയോ മഴയുടെ ലഭ്യത കുറയൂലേ? ഇതൊക്കെ ഈ മരങ്ങള് അല്ലെങ്കിൽ വനങ്ങള് നശിപ്പിച്ചാലുള്ള ദോഷഫലങ്ങളല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതൊക്കെ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, പിന്നെ ആർക്ക് വേണ്ടി? വരും തലമുറയ്ക്ക് കൂടി വേണ്ടിയിട്ട് ഇതൊക്കെ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ അല്ലേ? അപ്പോ നിങ്ങള് ഇത്തരത്തില് ഓരോ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങള് നിറവേറ്റാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യൂലേ? ഓക്കെ ആണോ? നിങ്ങൾ ചെയ്യാൻ തയ്യാറാണോ എല്ലാവരും? നല്ല മക്കള് എല്ലാവരും ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യണം അല്ലേ? അതുപോലെ വേറൊരു ചോദ്യം
ബാഗുകളിലായിരിക്കും ഈ സാധനങ്ങൾ കൊണ്ടുവരുന്നത്. ഈ ക്യാരി ബാഗുകൾ നമ്മൾ സാധാരണ കൊട്ടാന്ന് പറയുമല്ലേ, ഈ പ്ലാസ്റ്റിക് കവറുകളില്ലേ, ഇതൊക്കെ എന്താ ചെയ്യുന്നേ? വെറുതെ നമ്മുടെ പരിസരത്ത് അല്ലെങ്കിൽ തൊട്ടടുത്ത അയൽക്കാരന്റെ പറമ്പില് എടുത്ത് ചാടുവാണോ ചെയ്യുന്നേ? അല്ല അല്ലെ. ഇപ്പൊ എന്ത് ചെയ്യുന്നത്? ഇപ്പൊ പഞ്ചായത്തിന്റെ കീഴില് ഹരിതകർമ്മസേനയുണ്ട് അല്ലെ. അപ്പൊ അവര് ഓരോ മാസവും ഈ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ വരുമല്ലോ, വീടുകളിലേക്ക് വരും. അപ്പൊ അവർക്കാണ് നമ്മളിപ്പോ പ്ലാസ്റ്റിക്കുകളൊക്കെ കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ്. ഈ ഭൂമിയെ സംരക്ഷിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ വരും തലമുറയ്ക്ക് കൂടി വേണ്ടിയാണെന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കണം. അപ്പൊ ഇതിനെപ്പറ്റി നമുക്ക് പഠിക്കാറില്ലേ? അപ്പൊ മക്കൾക്കറിയോ? അതായത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ കൂടി നിറവേറ്റുന്ന തരത്തില് സാധനങ്ങൾ ഉപയോഗിക്കുന്ന രീതി, അതിനെന്താ പറയുന്നത് അറിയോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് കുറവാണല്ലേ? അതല്ലേ, എന്താണ്? സുസ്ഥിര വികസനം. അപ്പോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയമാണ് സുസ്ഥിര വികസനം. ഓക്കെ അല്ലേ?